നമസ്കാരം. ശുക്രൻ രാശി മാറിയിരിക്കുകയാണ്. അതായത് ഈ മാസം 18-ാം തീയതി ഉച്ചയ്ക്ക് 2:04 ശുക്രൻ തൻ്റെ നീചസ്ഥാനമായിട്ടുള്ള കന്നി രാശിയിൽ നിന്നും സ്വരാശി മൂലത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഈ രാശിമാറ്റം മൂലം തലവര മാറാൻ പോകുന്ന 6 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശുക്രൻ തുലാരാശിയിൽ ഒക്ടോബർ മാസം 13-ാം തീയതി രാവിലെ 6 മണി വരെ തൽസ്ഥിതിയിൽ തുടരുന്നതാണ്. ഇതിൽ പറയാൻ പോകുന്ന 6 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു സമയമാണ് സംജാതമായിരിക്കുന്നത്. ഈ നാളുകാർ സർവ്വവിധ സുഖങ്ങളും അനുഭവിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കളത്രം, കല, സംഗീതം, നൃത്തം, ലൗകിക ജീവിതം, വാഹനം, വീട്, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ എല്ലാം കാരകഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന 6 നക്ഷത്രക്കാർക്ക് പരിപൂർണമായും ഈ പറഞ്ഞ സർവ്വസുഖങ്ങളും അനുഭവിക്കാൻ ശുക്രൻ്റെ ഈ ഗോചര ഫലം മൂലം ഭാഗ്യം കൈവരുന്നതാണ്. അതിൽ ആദ്യത്തെ 3 നക്ഷത്രക്കാരെന്ന് പറയുന്നത് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. ഇവർക്ക് ഈ ഒക്ടോബർ മാസം 13-ാം തീയതിക്ക് മുൻപ്, അതായത് ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നതിന് മുൻപ് തന്നെ ഇവർ വീട് സ്വന്തമായിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ പുതുതായി നിർമ്മിക്കുകയോ ചെയ്യുന്നതാണ്. അതിനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് സംജാതമാകുന്നതാണ്. ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ആഡംബര ജീവിതം നയിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഓരോരുത്തർക്കും നിൽക്കുന്ന മഹാദശ, അന്തർദശ, പര്യന്തരദശ, ജനന സമയം എന്നിവ അനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതായത് ഈ പറഞ്ഞ ഫലങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ്. ചിലർക്ക് വീടിൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ വസ്തുവോ വാഹനമോ വാങ്ങാനായിരിക്കും നിങ്ങൾക്ക് യോഗം. ഏതായാലും ഒരു വസ്തു നിങ്ങൾ സ്വന്തമാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിരിക്കുന്നവർക്കും അവരുടെ ആഗ്രഹം പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ്. നിങ്ങൾ മനസ്സിൽ കണ്ടുവച്ച ഒരു പങ്കാളിയെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ ഭക്ഷണ സമൃദ്ധി നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയം കൂടിയാണ് ലഭിക്കാൻ പോകുന്നത്. പല വിധത്തിലുള്ള വിരുദ്ധ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും മികച്ച ഭക്ഷണ വിഭവങ്ങൾ നുകരാനും അവസരം വന്നു ചേരുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ചില വാക്തർക്കങ്ങൾക്കും കലഹങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സർവ്വകാര്യ വിജയമാണ് ഫലം. അതുപോലെ തന്നെ ഈ 3 നക്ഷത്രക്കാർക്കും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂല സ്ഥിതി കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതിലും അധിക ഉയർച്ച ഉണ്ടായിത്തീരുന്നതാണ്. ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകാനും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും അവസരം വന്നു ചേരുന്നതാണ്. നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതാണ്. അതിനൊരു തുടക്കം തീർച്ചയായിട്ടും നിങ്ങൾ ഇടുന്നതാണ്. വരുന്ന ധനുമാസത്തോടു കൂടി, അതായത് ഡിസംബർ അവസാനത്തോടു കൂടി സാമ്പത്തിക രംഗം ഉന്നതി പ്രാപിക്കുന്നതാണ്. അതുകൊണ്ട് ചിട്ടി, കുറി പോലുള്ള നിക്ഷേപ പദ്ധതികളിൽ പരിപൂർണ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് കാർത്തിക, ഉത്രാട നക്ഷത്രക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. ഇനി അടുത്ത 3 നക്ഷത്രക്കാരായിട്ട് വരുന്നത് പുണർതം, വിശാഖം, രേവതി നക്ഷത്രക്കാരാണ്. ശുക്രൻ കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വലിയൊരു ഉണർവുണ്ടാകുന്നതാണ്. അതുപോലെ നല്ല മനസ്സമാധാനം കൈവരിക്കാനും ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതോടുകൂടി നിങ്ങളുടെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്നെത്തിപ്പെടുന്നതാണ്. വിദേശയാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സഞ്ചരിക്കാനും തീർത്ഥയാത്രകൾ നടത്താനും നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. ഗൃഹം, വാഹനം, വസ്തു എന്നിവ വാങ്ങാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. നിലവിലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് കൂടുതൽ ആകർഷകമായിട്ടുള്ള ശമ്പളവും ചുറ്റുപാട് ലഭിക്കുന്ന ജോലിയിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 28-ാം തീയതിക്ക് ശേഷവും നവംബർ മാസം തുടക്കത്തിലുമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. വൃശ്ചികം, ധനു, മകരം എന്നത് ശുക്രൻ്റെ പരിപൂർണ ആധിപത്യമുള്ള കേന്ദ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വൃശ്ചികം പകുതിയോടുകൂടി ഏതെങ്കിലും രീതിയിൽ വലിയൊരു ധനവരവ് പലർക്കും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ലോട്ടറി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും രീതിയിലായിരിക്കും സംഭവിക്കുക. അതോടുകൂടി നിങ്ങളുടെ സകല കഷ്ടപ്പാടുകൾക്കും അവസാനം വരുന്നതാണ്. രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് തുലാം, വൃശ്ചിക മാസങ്ങളിൽ സംജാതമാകുന്നത്. നിങ്ങളുടെ ലാഭസ്ഥാനം വൃശ്ചികമാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ മേഖലകളിലും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തും സൗഭാഗ്യവും അനുഭവിക്കാൻ നിങ്ങൾക്ക് ഈ യോഗം കൈവരുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ മാസങ്ങളിൽ സംജാതമാകുന്നത്. എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.